റിലേഷൻഷിപ്പിൽ അൺസർട്ടനിറ്റീസ് ധാരാളമാണ്. പ്രത്യേകിച്ച് ഒരു വൺ സൈഡഡ് ലവിന്റെ കാര്യം ആലോചിച്ചു നോക്കൂ. ഒരാൾക്ക് മാത്രം ഭ്രാന്തമായ ഒരു സ്നേഹം ഉണ്ടാവുകയും മറ്റേ ആൾക്ക് ഫീലിംഗ്സ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. നമ്പർ 2 എന്ന് പറയുന്നത് പലപ്പോഴും രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുകയും പിന്നീട് ഒന്നിച്ചു ചേരാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നതായ അവസ്ഥ. ഇവിടെ എല്ലാം പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എങ്കിലും സ്നേഹിച്ച വ്യക്തി ഒരു സുഹൃത്തായെങ്കിലും കൂടെ വേണമെന്ന് പലർക്കും ഉണ്ടാകും. അവരെ സഹായിക്കുന്നതാണ് ഇന്നത്തെ ടിപ്പ്. നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളുടെ സുഹൃത്തായി വളരെ കംഫർട്ടബിൾ ആയി കൂടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ അപ്പോഴുള്ള തോട്ടും ഫീലിങ്സും ഇമോഷൻസും ഒന്നും അവരെ കാണിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഓൺ ആയി എന്നുള്ളത് അവർ അറിഞ്ഞാൽ മതി. അല്ലാണ്ട് നിങ്ങളുടെ ഇമോഷൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വരുന്ന ഇമോഷണൽ പെയിൻ അത് നിങ്ങൾ സ്നേഹിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു വേദനയാണ്. അത് മറ്റേ ആൾക്ക് അത്രയും സ്നേഹമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അറിയണം എന്നില്ല. എന്നിരുന്നാൽ പോലും ആ വരുന്ന പെയിന് നിങ്ങൾ ഫുള്ളസ്റ്റ് തന്നെ എൻജോയ് ചെയ്യുക. കാരണം ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കാം, വിശപ്പില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഒരു വല്ലാത്തൊരു തനിച്ചിരിക്കാനുള്ള ഫീല്, പൊട്ടിക്കരയാനുള്ള ഒരു തോന്നൽ, ഇതൊക്കെ ആയിരിക്കാം. അതൊക്കെ എൻജോയ് ചെയ്യാതെ ഒരിക്കലും സപ്രസ് ചെയ്യരുത്. സപ്രസ് ചെയ്താൽ നിങ്ങൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡിപ്രഷനിലേക്കൊക്കെ ചിലപ്പോൾ എത്താം. നമ്പർ 3, എന്ത് തന്നെ സംഭവിച്ചാലും ആ വേദന ഉള്ളിലുണ്ടെങ്കിലും കരുത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകും. ചില സന്തോഷങ്ങൾ അപ്പോഴും നിങ്ങൾ കണ്ടെത്തുമെന്ന് ഉറപ്പിക്കുക എന്നതാണ്. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്.